ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ആസുരം പാർട്ട് 2. ഒറ്റപ്പാലം. ഒരിക്കലും കൂട്ടിമുട്ടാതെ സമാന്തരമായി നീണ്ടുകിടക്കുന്ന റെയിൽപാത, അതിന് താഴെ വറ്റി വരണ്ടു കിടക്കുന്ന ഭാരതപ്പുഴ. എങ്കിലും വിശാലമായ മണൽപ്പരപ്പിൽ പുഴയുടെ കണ്ണുനീര് പോലെ അങ്ങിങ്ങായി നീർച്ചാലുകൾ. റെയിൽവേ പാതയ്ക്കടുത്ത് പുഴയുടെ തീരത്തായി വലിയൊരു ബംഗ്ലാവ്. ബംഗ്ലാവിനെ ഒരു വലയം പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന റബ്ബർ മരങ്ങൾ. ടൗണിന്റെ ശബ്ദ കോലാഹലങ്ങൾ. നിശബ്ദത കനത്തൊരാവരണമായി ബംഗ്ലാവിനെ ചൂഴ്ന്നു നിൽക്കുന്നു. പാർത്തൻ അപ്പോഴും പുറത്തു നോക്കി നിൽക്കുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന മണലിനെ തഴുകാനെത്തിയ കാറ്റ് അയാളെ പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി. അച്ഛനമ്മമാർ ഒരു ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ അയാൾ തനിച്ചായി. ഒറ്റപ്പാലത്തെ ഒരു ബാങ്കിൽ കാഷ്യറാണ് അയാൾ. അധികം കൂട്ടുകാരില്ല. ബംഗ്ലാവിലെ കനത്ത നിശബ്ദത അയാളുടെ കൂട്ടുകാരനായി. പാർത്തനെ സ്നേഹിക്കാനും ഒരു പെണ്ണുണ്ടായിരുന്നു, സുസ്മിത. അവൾക്ക് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: പാർത്തേട്ടാ, എന്നെ എന്നാണ് അങ്ങോട്ട് വിളിക്കുന്നത്? ബംഗ്ലാവിലേക്ക്, പാർത്തേട്ടന്റെ ജീവിതത്തിലേക്ക്. അയാൾക്ക് പറയാൻ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ: സമയാവട്ടെ, ഒരിക്കൽ ഞാൻ വിളിക്കും, കാത്തിരിക്കണം. പാർത്തൻ ജനൽ വലിച്ചടച്ചു. മനസ്സിനുള്ളിലിരുന്ന് എന്തോ വിങ്ങുന്നുണ്ടോ? മുറിക്കുള്ളിൽ അസ്പഷ്ടമായ സ്വരത്തിൽ ആരോ എന്തോ മന്ത്രിക്കുന്നുണ്ടോ? പുറത്ത് പാദപതന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? അയാൾ അസ്വസ്ഥനായി. കിടക്കയിൽ മലർന്നു കിടന്ന് അയാൾ കണ്ണുകൾ അടച്ചു. എങ്ങും കനത്ത മഞ്ഞുപാളികൾ അതിലൂടെ ഒഴുകുകയാണ്. ചെവിയിൽ ഒരു അജ്ഞാത നഗരത്തിന്റെ ശബ്ദ കോലാഹലം തല്ലി അലയ്ക്കുന്നു. മുന്നിൽ അസംഖ്യം വാഹനങ്ങളുടെ ദൃശ്യം തെളിയുന്നു. അതിനുള്ളിലൂടെ ചീറിപ്പായുന്നൊരു ബൈക്ക്. ബൈക്കിന് പിന്നിൽ ഒരു ടാങ്കർ ലോറി. ഡ്രൈവർ ബ്രേക്കിലല്ല, ആക്സിലേറ്ററിലാണ് ആഞ്ഞു ചവിട്ടുന്നത്. അയാൾ ചിരിക്കുകയല്ല, ആർത്തട്ടഹസിക്കുന്നു. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, വിഷ്ണു! പാർത്തൻ അലറി വിളിച്ചു. പെടഞ്ഞെണീറ്റു. ഓ, അതൊരു സ്വപ്നമായിരുന്നു. മുറിയിൽ ആരുമില്ല, താനൊഴികെ. ആരാണ് ആ ചെറുപ്പക്കാരൻ? മുഖം മനസ്സിലുണ്ട്, പക്ഷെ പരിചയമില്ല. താൻ വിഷ്ണു എന്ന് ഉറക്കെ വിളിച്ചല്ലോ. ആരാണ് വിഷ്ണു? സ്വപ്നത്തിൽ കണ്ട ചെറുപ്പക്കാരനാണോ? ലോറി ബൈക്കിൽ വന്നിടിച്ചുവോ? ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയോ? പാർത്തൻ വാഷ് ബേസിനടുത്തേക്ക് നടന്നു. മുഖമൊന്ന് കഴുകണം. വെള്ളം മുഖത്തേക്ക് ഒഴിച്ചപ്പോൾ ചരൽ കല്ലുകൾ വാരി എറിയുന്നത് പോലെ. വരൂ, ആരെങ്കിലും തന്നെ വിളിച്ചോ? പാർത്തൻ വല്ലാതെ വിയർത്തു. അയാൾ കണ്ണുകൾ പലവട്ടം ചിമ്മി തുറന്നു. ഹാളിലെ ജനൽ കർട്ടൻ വല്ലാതെ ആടി ഉലയുന്നു. ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ യാന്ത്രികമായി പുറത്തേക്ക് നടന്നു. മനസ്സ് കുറേശ്ശെയായി പിടിവിട്ടു പോകുന്നത് അയാൾ അറിഞ്ഞു. കാലുകൾ നിയന്ത്രണത്തിലല്ലെന്ന് പാർത്തന് ബോധ്യമായി. ചെവിയിൽ ഏതോ നഗരത്തിന്റെ സ്വരം വീണ്ടും. അതിനിടയിലൂടെ കുതിച്ചു പായുന്ന ടാങ്കർ. അതിനുള്ളിൽ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന രണ്ടുപേർ. പാർത്തന്റെ കണ്ണുകളിൽ തീയെരിഞ്ഞു. വരൂ! വീണ്ടും ആ ശബ്ദം. അയാൾ ഒരു കുതിപ്പോടെ ബംഗ്ലാവിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി ജിപ്സിയിലേക്ക് വന്നെത്തി. ഡാഷ്ബോർഡ് തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു റിവോൾവർ പുറത്തെടുത്തു. മാരുതി ജിപ്സി കുതിക്കുകയായിരുന്നില്ല, പറക്കുകയായിരുന്നു. പാർത്തന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു ദൃശ്യമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ: ആ ടാങ്കർ ലോറി. പീറ്റർ. സ്കോട്ടിന്റെ കുപ്പി ഏതാണ്ട് മുക്കാൽ ഒഴിഞ്ഞിരിക്കുന്നു. ആന്റണി ചിരിച്ചു. ആ വിഷ്ണു തീർന്നു കാണും, ഇല്ലേ അളിയ? സെബാസ്റ്റ്യൻ ഗ്ലാസിലെ അവസാനത്തെ തുള്ളിയും തീർത്തുകൊണ്ട് ഉറക്കെ പറഞ്ഞു. പിന്നെ തീരാതിരിക്കുമോ? ബൈക്ക് മുകളിലേക്ക് പറക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നമ്മുടെ ലോറി ആരെങ്കിലും ഫോളോ ചെയ്തിരുന്നോ? ഇല്ല, ആളുകളെല്ലാം വിഷ്ണുവിന്റെ ചുറ്റുമായിരുന്നല്ലോ. നമ്പർ പ്ലേറ്റ് മാറ്റിയിരുന്നത് കൊണ്ട് വണ്ടി ആരും തിരിച്ചറിയില്ല. സെബാസ്റ്റ്യൻ ചിരിച്ചു. ആ ബുദ്ധി പറഞ്ഞു തന്നത് ഞാനാ, അല്ലെങ്കിൽ കാണാമായിരുന്നു. ഏതായാലും ഒരു പരീക്ഷണം വേണ്ട. ലോറി ഒരാഴ്ച വിക്ടർ മുതലാളിയുടെ ഗോഡൌണിൽ തന്നെ കിടക്കട്ടെ. സെബാസ്റ്റ്യൻ എഴുന്നേറ്റു. അവർ പുറത്തു കടന്നു. രണ്ടുപേര് നടന്ന് ലോറിയുടെ അടുത്തെത്തി. ആന്റണി ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലെത്തി. ഇതിന്റെ കീ എന്തേ അളിയാ? സെബാസ്റ്റ്യൻ പകച്ചു. ആന്റണി പുറത്തിറങ്ങി. നീ ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ മുറിയിലൊന്ന് നോക്കിയേച്ച് വരാം. അയാൾ നടന്നു. സെബാസ്റ്റ്യൻ പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. പിന്നെ തീപ്പെട്ടി എടുക്കാൻ ഭാവിച്ചു. പെട്ടെന്ന് ഒരു ലൈറ്റർ കത്തി. സിഗരറ്റിന് നേരെ അത് നീണ്ടു വന്നു. സെബാസ്റ്റ്യൻ നടുങ്ങി. ലൈറ്ററുമായി മുന്നിൽ നിൽക്കുന്ന അപരിചിതനെ ഭയത്തോടെ നോക്കി വിറയാർന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു: നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അപരിചിതൻ മിണ്ടിയില്ല. പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് അയാൾ ഒരു റിവോൾവർ പുറത്തെടുക്കുന്നത് സെബാസ്റ്റ്യൻ കണ്ടു. ശബ്ദം നഷ്ടപ്പെട്ട് അയാൾ മരവിച്ചു നിന്നു.
റിവോൾവർ സെബാസ്റ്റ്യന്റെ നെറ്റിയിൽ ആഞ്ഞമർന്നു. അയാളുടെ വിരൽ ട്രിഗറിലേക്ക് നീണ്ടു. അപ്പോഴും ആന്റണി മുറിയിൽ കീ തിരയുകയായിരുന്നു. അയാൾ മുറി മുഴുവൻ അരിച്ചു പെറുക്കി, കണ്ടില്ല. നിരാശനായി അയാൾ ലോറിയുടെ സമീപത്തേക്ക് തന്നെ വന്നു. കിട്ടിയില്ല അളിയ, നിന്റെ പോക്കറ്റിലൊന്ന് നോക്കിയേ. സെബാസ്റ്റ്യൻ മിണ്ടിയില്ല. ആന്റണിക്ക് ദേഷ്യം വന്നു. എവിടെ പോയി തൊലഞ്ഞു കഴിവേറിട മോൻ. താക്കോൽ തിരയാൻ തന്നെ ഏൽപ്പിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു. അയാൾ ഉറക്കെ വിളിച്ചു, സെബാസ്റ്റ്യ. ആരും വിളി കേട്ടില്ല. അയാൾ ടാങ്കറിന്റെ പിൻവശത്തേക്ക് ചെന്നു. സെബാസ്റ്റ്യൻ പിൻചക്രത്തിൽ ചാരിയിരിക്കുന്നു. ആന്റണിക്ക് കലി കയറി. കാലുയർത്തി ഒറ്റ ചവിട്ട്. സെബാസ്റ്റ്യൻ മറിഞ്ഞു വീണു. മുന്നോട്ട് കുനിഞ്ഞ ആന്റണി ഞെട്ടി. സെബാസ്റ്റ്യന്റെ നെറ്റിയിൽ ചുവന്ന വട്ടപ്പൊട്ടുപോലെ ഒന്നു. അതിലൂടെ പുറത്തേക്കൊഴുകുന്നത് ചോരയാണെന്ന് ആന്റണി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. സെബാസ്റ്റ്യൻ ഇനി ഒരിക്കലും വിളി കേൾക്കില്ലെന്നും. പെട്ടെന്ന് ആന്റണിയുടെ പിൻകഴുത്തിൽ തണുത്ത എന്തോ ഒന്ന് സ്പർശിച്ചു. അതൊരു റിവോൾവറിന്റെ കുഴലാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ ആന്റണി മരവിച്ചു നിന്നുപോയി. സൈലൻസർ കടുപ്പിച്ച ആ റിവോൾവർ ഒരു ചെറിയ ശബ്ദമേ ഉണ്ടാക്കിയുള്ളൂ. ആന്റണി ഒന്ന് പിടഞ്ഞു. പിന്നെ മുന്നോട്ട് വെച്ച് മരണത്തിന്റെ കയത്തിലേക്ക് മെല്ലെ മെല്ലെ നൂണ്ടിറങ്ങുമ്പോൾ ആ മാരുതി ജിപ്സി അകന്നു പോകുന്ന ശബ്ദം അയാളുടെ ചെവിയിൽ വന്നലച്ചു. വിക്ടർ ലീനസ് അലറുകയായിരുന്നു. 20 കൊല്ലം മുമ്പ് ആ രഹസ്യവും കൊണ്ട് അവൻ ശവക്കുഴിയിലേക്ക് പോയി. ആ ബ്രീഫ് കേസ് അവൻ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. പിന്നെ അവൻ ആ രഹസ്യം ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കരുതി. ഐസ് കട്ടയിലിട്ട് ഉരുട്ടിയിട്ടും വിരലിൽ നിന്ന് നഖം പിഴുതെടുത്തിട്ടും ഗോദവർമ്മ ശബ്ദിച്ചില്ല. എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റിയപ്പോഴെങ്കിലും അയാളത് പറയുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. ശേഖര, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. വിക്ടർ ലീനസ് മധ്യ ഗ്ലാസ് കയ്യിലെടുത്തു. DIG ശേഖരൻ മെല്ലെ എഴുന്നേറ്റു. ആ ഗോദവർമ്മയ്ക്ക് അതിനെപ്പറ്റി അറിയാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അയാൾ ചോദിച്ചു. ഗോദവർമ്മയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ വിഷ്ണുവിനും അറിയാം. വിഷ്ണു? അതെ, വിഷ്ണു. രാമദാസിന്റെ പൊന്നോമന പുത്രൻ. സബ് ഇൻസ്പെക്ടർ ആകാൻ കഴിയാതെ പോയ പാവം വിഷ്ണു. ആയുഷ്വർ? ശേഖരന്റെ മുഖത്ത് തറച്ചു നോക്കി വിക്ടർ ലീനസ് ക്രൂരമായി പുഞ്ചിരിച്ചു. ഐ എം ഷുവർ. ശേഖരൻ അയാളെ തറച്ചു നോക്കി. ആ നീണ്ട വർഷങ്ങൾ ഗോദവർമ്മ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. കൂറ്റൻ താഴിട്ട് അത് അടച്ചു വെച്ചു. ഫോർ വാട്ട്? വിക്ടർ ലീനസ് വീണ്ടും ചിരിച്ചു. സബ് ഇൻസ്പെക്ടർ വിഷ്ണുവിന് കൈമാറാൻ, അവന്റെ അച്ഛന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ. ശേഖരൻ പകച്ചു. വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സെഡ്. വിഷ്ണുവിനെ പറ്റി പറയേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ലോറിയുടെ ചക്രങ്ങൾ അവന്റെ വലത് കാൽ മാത്രമേ മുറിച്ചു മാറ്റിയുള്ളൂ. വിക്ടർക്ക് പറ്റിയ ചെറിയൊരു കൈപ്പിഴ. എന്റെ മക്കളത് ചെയ്യുമായിരുന്നു. 2 വിഡ്ഢികൾ, ആന്റണിയും സെബാസ്റ്റ്യനും. അവനെ ജീവിക്കാൻ അനുവദിച്ചു. വിക്ടറുടെ പീനൽ കോഡിൽ മാപ്പില്ലാത്ത കുറ്റമാണിത്. അവരിപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കും. ശേഖരൻ ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. വിഷ്ണു ജീവിക്കരുത്. ആ ബ്രീഫ് കേസ് അവൻ കണ്ടെടുക്കരുത്. നോക്കൂ, 4 പേരുടെ ജീവന്റെ വിലയാണത്. ഞാൻ, നിങ്ങൾ, ഡോക്ടർ പരശുറാം, അഡ്വക്കേറ്റ് പ്രതാപൻ. ഇന്ന് രാത്രി 9 മണിക്ക് നാം വീണ്ടും സന്ധിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം പഴയതുപോലെ. ശേഖര, വിഷ്ണു ഇപ്പോൾ കൊച്ചിൻ മെഡിക്കൽ സെന്ററിലുണ്ട്. ഹാർട്ട് ഫെയിലിയർ, ശ്വാസതടസ്സം, ഡോക്ടർക്ക് പറ്റിയൊരു കൈപ്പിഴ. അങ്ങനെ എന്തുമാകാം. പക്ഷേ കൊലപാതകം മാത്രം ആവരുത്. ഒരു തെളിവ് പോലും ബാക്കി വെക്കരുത്. ആശുപത്രിക്കുള്ളിലെ ഒരു സാധാരണ മരണം. ഡു യു ഫോളോ മീ? ശേഖരൻ തലയാട്ടി. കിളവനെ നമുക്ക് വേണം ജീവനോടെ. 20 കൊല്ലം നമ്മളെ അവൻ വിഡ്ഢികളാക്കി. ആ ബ്രീഫ് കേസ് രാമദാസ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് ഗോദവർമ്മയ്ക്കറിയാം. അത് കണ്ടെടുക്കണം. അയാളുടെ മനസ്സിൽ നിന്ന് അത്ര എളുപ്പത്തിൽ അത് ചികഞ്ഞെടുക്കാമെന്ന് കരുതണ്ട. ഒന്നും പറയാതെ മരിക്കാൻ പോലും അയാൾ തയ്യാറായെന്ന് വരും. മരിക്കരുത്. ഇനി വിഷ്ണുവിന്റെ കാര്യം, അത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ മണി 4. ഇനി 5 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. 9 മണിക്ക് നിങ്ങൾ എത്തുമ്പോൾ വിഷ്ണു ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞിരിക്കണം. ശേഖരൻ വിക്ടറെ നോക്കി ഒരു നിമിഷം നിന്നു. ചെയ്യാൻ കഴിയാത്ത ജോലിയൊന്നും ഏറ്റെടുക്കരുത്. നിങ്ങൾക്കാവില്ലെങ്കിൽ പറയൂ. ഏലിയാസ് അത് നീറ്റായി കൈകാര്യം ചെയ്യും. വിക്ടർ ഗ്ലാസ് തിരിച്ചു. ശേഖരൻ മെല്ലെ പറഞ്ഞു, എനിക്കൊരു ഐഡിയ തോന്നുന്നു. വിക്ടർ ചിരിച്ചു. പോലീസുകാരുടെ ഐഡിയയിൽ ഒട്ടും മതിപ്പുള്ളവനല്ല ഞാൻ. എന്നാലും DIGയുടെ ഐഡിയ അല്ലേ, കേൾക്കട്ടെ. ഗോദവർമ്മയെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാൾ ബോംബെയിലുണ്ട്. റിച്ചാർഡ്.
അമ്മയുടെ മുലപ്പാൽ വരെ ഛർദ്ദിച്ചെടുക്കാനുള്ള സാമർഥ്യം അവനുണ്ട്. പക്ഷേ ഹീസ് വെരി കോസ്റ്റ്ലി. വിക്ടർ ചിരിച്ചു. പണമല്ല പ്രശ്നം, ആ ബ്രീഫ് കേസാണ്. ബോംബെയിലെ നമ്മുടെ ഏജന്റ് ജോനാഥന് അയാളെ എളുപ്പം ബന്ധപ്പെടാൻ കഴിയും. ഇരു ചെവി അറിയാതെ വിഷ്ണുവിനെ അവസാനിപ്പിക്കാനും അവൻ മതി. വിക്ടർ ഒരു നിമിഷം അനങ്ങാതിരുന്നു. പിന്നെ മെല്ലെ തിരക്കി. ഹീസ് ആൻ ഇന്റർനാഷണൽ ക്രിമിനൽ കില്ലർ. ധാരാവിലെ കിരീടം വെക്കാത്ത രാജാവാണവൻ. ഭാവിയിലും നമുക്കവനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവും. വീൽചെയർ തറയിലൂടെ ഉരുണ്ടു. വിക്ടർ ചിന്തിക്കുകയായിരുന്നു. റിച്ചാർഡ് ഗോദവർമ്മയിൽ നിന്ന് ആ രഹസ്യം പുറത്ത് ചാടിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. താൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പുറത്തു കൊണ്ടുവരാതിരുന്ന ആ രഹസ്യം റിച്ചാർഡ് പുറത്തു കൊണ്ടുവരുമോ? ഗോദവർമ്മ എല്ലാം തുറന്നു പറയാൻ തയ്യാറാവുമോ? ശേഖരൻ മെല്ലെ വിക്ടറുടെ സമീപത്തേക്ക് ചെന്നു. ചിന്തിക്കാനൊന്നുമില്ല. റിച്ചാർഡിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ജോനാഥനെ വിളിക്കെ. റിച്ചാർഡിനെ അയാൾ ഇവിടെ എത്തിക്കും. വിക്ടർ ഫോണിൽ കൈവച്ചു. പെട്ടെന്ന് ഇന്റർകോം ശബ്ദിച്ചു. യെസ്. ബട്ടൺ അമർത്തി വിക്ടർ പറഞ്ഞു. ഇന്റർകോമിലൂടെ ഏലിയാസിന്റെ പതറിയ സ്വരം വിക്ടർ കേട്ടു. ഡാഡി, ഞാൻ അങ്ങോട്ട് വരുന്നു. എനിക്ക് അതിപ്രധാനമായൊരു കാര്യം പറയാനുണ്ട്. മുറിയിൽ മറ്റാരും ഇല്ലല്ലോ? ശേഖരനെ നോക്കി വിക്ടർ പറഞ്ഞു. ഇവിടെ ശേഖരൻ മാത്രമേ ഉള്ളൂ. വിക്ടർ സ്വിച്ച് അമർത്തി. അയാൾ പറഞ്ഞു, ഏലിയാസ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആന്റണിയെ സെബാസ്റ്റ്യനെ അവസാനിപ്പിച്ചിരിക്കും. വിക്ടർ ചിരിച്ചു. ഹീസ് എ നൈസ് ചാപ്പ്. നിമിഷങ്ങൾ കഴിഞ്ഞില്ല. ഏലിയാസ് കടന്നു വന്നു. അവന്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിരുന്നു. വിക്ടർ ഏലിയാസിനെ തറച്ചു നോക്കി. ഏലിയാസ് ഒരു നിമിഷം നിശ്ചലനായി നിന്നു. എന്താ ഡാഡി? പിന്നെ വിക്ടറുടെ മുഖം ചുളിഞ്ഞു. വാട്ട് ഹാപ്പൻഡ്? ആന്റണിയും സെബാസ്റ്റ്യനും? തീർന്നു ഡാഡി. ഗുഡ്. എങ്ങനെ? ഏലിയാസ് വിറച്ചു. വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ കൊന്നത് ഞങ്ങളല്ല ഡാഡി. വിക്ടർ ഏലിയാസിനെ തുറച്ചു നോക്കി. ആ ടാങ്കറിന് സമീപമാണ് അവർ മരിച്ചു കിടന്നിരുന്നത്. വിക്ടറുടെ മുഖം ഇരുണ്ടു. ശേഖരന്റെ മുഖം വിളറി. വിക്ടർ ഗർജിച്ചു. വിക്ടർ ലീനസ് വീൽ ചെയറിൽ അള്ളിപ്പിടിച്ചു. അയാൾ അലറി. തീക്കട്ടയിൽ ഉറുപ്പരിക്കുന്നു. ഈ വിക്ടറിനെതിരെ ആരാണവൻ? ഏലിയാസ്. ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് എനിക്ക് അവന്റെ ശവം കാണണം. ചെല്ല്. അയാൾ കിതച്ചു. ഏലിയാസ് പിന്നോട്ട് നീങ്ങി. ശേഖര, നീയും ഏലിയാസിന്റെ കൂടെ പോകണം. അദൃശ്യനായ ശത്രു ആരാണെന്നറിയണം. അത് ഗോദവർമ്മയാകാനിടയില്ല. വിഷ്ണുവുമല്ല. പിന്നെ ആരാണ്? ട്രേസ് ഹിം, ഫിക്സ് ഹിം. ശേഖരനും ഏലിയാസും പുറത്തേക്ക് നടന്നു. ബംഗ്ലാവിലെ വലിയ ഗേറ്റിന് മുന്നിൽ മാരുതി ജിപ്സി അലറി കുതിച്ചു വന്നു നിന്നു. ഗേറ്റ് തനിയെ തുറന്നു. ജിപ്സി അകത്ത് കടന്ന് ഗേറ്റ് അടഞ്ഞു. പോർട്ടിക്കോവിൽ വന്നു ജിപ്സി നിന്നു. ഡോർ തുറന്ന് അയാൾ ഇറങ്ങി. സ്വപ്നത്തിൽ എന്ന പോലെ അയാൾ നടന്നു. ആരോ ചെവിയിൽ മന്ത്രിച്ചു. ഞാൻ ഇനിയും വരും. കണ്ണും കാതും തുറന്ന് കാത്തിരിക്കണം. അയാൾ മുന്നോട്ട് നടന്നു. വാതിലുകൾ സ്വയം തുറന്നടഞ്ഞു. അയാൾ കിടക്കയിലേക്ക് വീണു. കൃത്യം 9 മണിക്ക് തന്നെ ഡോക്ടർ പരശുരാമിന്റെ വെള്ള ഫിയറ്റ് കാർ വിക്ടർ ലീനസിന്റെ ബംഗ്ലാവിലെത്തി. ഡോക്ടർ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി ബംഗ്ലാവിലേക്ക് കുതിച്ചു. വിക്ടർ നല്ല ഫോമിലായിരുന്നു. ഡോക്ടറുടെ വിളറിയ മുഖത്ത് നോക്കി അയാൾ ചിരിച്ചു. ഡോക്ടർ കിതച്ചു. വാട്ട് ഈസ് ദ മാറ്റർ? എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? ഡോക്ടറുടെ ചോദ്യം ശ്രദ്ധിക്കാതെ തന്നെ വിക്ടർ ലീനസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പിന്നെ മൃദുവായി ചിരിച്ചു. കുടിക്കാൻ എന്താണ് വേണ്ടത്? ഹോട്ട് ഓർ കോൾഡ്? അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ പഴയ കോമ്പിനേഷൻ എടുക്കാം. ബ്ലഡി മേരി ഇരിക്കൂ മിസ്റ്റർ പരശുറാം. ഒരുപാട് പറയാനുണ്ട്. അവർ കൂടി വരട്ടെ. പരശുറാം കസേരയിലേക്ക് വീണു. പുറത്ത് ടയോറ്റയുടെ ശബ്ദം കേട്ടു. പ്രതാപൻ എത്തി. ഏതാണ്ട് 55 വയസ്സ് തോന്നിക്കുന്ന ഒരു ദീർഘകായൻ അകത്തേക്ക് കടന്നു വന്നു. വിക്ടർ ചിരിച്ചു. വെൽക്കം മിസ്റ്റർ പ്രതാപ്, ഇരിക്കൂ. പ്രതാപനും വല്ലാതെ അസ്വസ്ഥനായിരുന്നു. വിക്ടർ, എനിത്തിങ് റോങ്? എവരിത്തിങ് റോങ്. പറയാം. ഒരാൾ കൂടി വരാനുണ്ട്, ശേഖരൻ. നമുക്ക് മനസമാധാനം പകർന്നു തരുന്ന ഒരു വാർത്തയും കൊണ്ട് ഇപ്പോൾ അവൻ ഇങ്ങെത്തും. നമ്മുടെ പഴയ ക്യാബിൻ ഒരിക്കൽ കൂടി തുറന്നേ മതിയാകും മിസ്റ്റർ പ്രതാപ്. കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുന്നു. 20 കൊല്ലം മുമ്പ് നമ്മൾ കുഴിച്ചു മൂടിയതെല്ലാം പുറത്തെടുക്കാൻ അജ്ഞാതരായ ശത്രുക്കൾ എത്തിയിരിക്കുന്നു. ഗോദവർമ്മ, വിഷ്ണു, ഇനി ഒരാൾ കൂടിയുണ്ട്, അജ്ഞാതൻ. വിക്ടർ ലീന സംസാരിക്കുന്നത് 2 പേരും കേട്ടു. അവർ തിരിച്ചൊരക്ഷരവും പറഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സമാഗമം വേണ്ടിവരുമെന്ന് തീരെ ഓർത്തതല്ല. സാരമില്ല, വരൂ. ക്യാബിൻ തുറന്നിട്ടുണ്ട്. വീൽചെയർ മെല്ലെ തറയിലൂടെ നീങ്ങി. ഡോക്ടർ പരശുറാമും പ്രതാപനും അയാളെ അനുഗമിച്ചു.
ക്യാബിന് മുന്നിൽ വീൽ ചെയർ നിന്നു. ഡോക്ടർ മുഖത്തെ വിയർപ്പ് തുടയ്ക്കുന്നത് വിക്ടർ കണ്ടു. അയാൾ ചിരിച്ചു. ഭയപ്പെടേണ്ട ഡോക്ടർ, ചോരക്കറയെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാവും. ഡിവൈഎസ്പി രാമദാസിന്റെ ആത്മാവ് ഇവിടെ എങ്ങാനും ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിൽ. വിക്ടർ ലീനസ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഐ ആം സോറി മേൻ, എനിക്കിതിലൊന്നും ചെയ്യാനില്ല. വീൽ ചെയർ അകത്തേക്ക് നീങ്ങി. വാതിലിനരികെ ഡോക്ടർ ഒരു നിമിഷം നിന്നു. അയാൾ അകത്തേക്ക് ഭയത്തോടെ നോക്കി. രാമദാസിന്റെ നിലവിളി ഉയരുന്നുണ്ടോ? രക്തമൊഴുകി പരന്ന രാമദാസിന്റെ മുഖത്ത് തറച്ചു നോക്കി കയ്യിൽ നീട്ടിപ്പിടിച്ച പഴുപ്പിച്ച കമ്പികളുമായി വിക്ടർ ലീനസ് അലറി വിളിക്കുന്നുണ്ടോ? ആ ബ്രീഫ് കേസ് അതെവിടെയാണെന്ന് പറയുന്നത് വരെ ഇഞ്ചിഞ്ചായി നീ മരിച്ചുകൊണ്ടിരിക്കും. പറയടാ, നീ അത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഡോക്ടർ വിയർത്തു. വിക്ടർ ലീനസ് ആ ഭാവമാറ്റം കണ്ടു. അയാൾ പുഞ്ചിരിച്ചു. പഴയതൊന്നും ഓർത്ത് തല പുണ്ണാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല ഡോക്ടർ. പുതിയതായി നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. ആദ്യം ശേഖരനെത്തട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. നമ്മുടെ ബ്ലഡിമേരി കാത്തിരിപ്പുണ്ട്. 2 ലാർജ് അകത്ത് എന്നാൽ പഴയതെല്ലാം മറക്കും. മുറിയിൽ ചുവന്ന സീറോ ബൾബ് കത്തി. അതിലേക്ക് നോക്കി വിക്ടർ പറഞ്ഞു. ശേഖരൻ എത്തിക്കഴിഞ്ഞു. പ്രതാപനും ഡോക്ടറും പരസ്പരം നോക്കി. വിക്ടർ അത് കണ്ടു. നടന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു തരാൻ സമയമില്ല. തൽക്കാലം ഒന്നു മാത്രം മനസ്സിലാക്കിയാൽ മതി. അപകടം തൊട്ടു മുന്നിലുണ്ട്. ബെൽ ശബ്ദിച്ചു. യെസ്. ഡോർ തുറന്ന് ഏലിയാസും ശേഖരനും കടന്നു വന്നു. വിക്ടർ ഉറക്കെ ചോദിച്ചു, കണ്ടെത്തിയോ? ഇല്ല, പക്ഷേ. വിക്ടർ അലറി. പക്ഷേ എന്നൊരു വാക്ക് വിക്ടറുടെ ഡിക്ഷണറിയിൽ ഇല്ല. എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? അതാണ് എനിക്ക് അറിയേണ്ടത്. വിക്ടറുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. എന്റെ കാലുകളാണ് നിങ്ങളൊക്കെ എന്ന് ഞാൻ കരുതിയിരുന്നു. ഇതുവരെ എനിക്ക് തെറ്റിപ്പോയി. നിങ്ങൾക്ക് കാലുകൾ ഉള്ളതും എനിക്ക് കാലുകൾ ഇല്ലാത്തതും ഒരുപോലെ. ഡാഡി, ഏലിയാസ് മെല്ലെ വിളിച്ചു. വിക്ടർ അവനെ തറച്ചു നോക്കി. ഒരു മാരുതി ജിപ്സി അതിവേഗം പാഞ്ഞു പോകുന്നത് കണ്ടവരുണ്ട്. നമ്പർ ആർക്കും അറിയില്ല. ജിപ്സി ഓടുകയായിരുന്നില്ല, പറക്കുകയായിരുന്നെന്നാ ദൃക്സാക്ഷികൾ പറഞ്ഞത്. വിക്ടർ പുച്ഛിച്ചു ചിരിച്ചു. പറക്കുന്ന ജിപ്സി ഇതുവരെ കമ്പനി പുറത്തിറക്കിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. മോനെ ഏലിയാസേ, ഇങ്ങടുത്തു വാ. ഡാഡിക്ക് കാലുകളില്ലെന്ന് നിനക്കറിയില്ലേ? ഏലിയാസ് വിളറി. വിക്ടർ ചിരിച്ചതേ ഉള്ളൂ. ഏലിയാസ് ഒരടി മുൻപോട്ട് വെച്ചു. ഇനിയും കുറച്ചുകൂടി. നിന്നെ തൊട്ടടുത്തൊന്ന് കാണാൻ ഈ ഡാഡിയുടെ അന്ത്യാഭിലാഷം. ഏലിയാസ് വീൽ ചെയറിനടുത്തേക്ക് വന്നു നിന്നു. വിക്ടറുടെ കണ്ണുകളെ നേരിടാനാവാതെ അയാൾ മുഖം കുനിച്ചു. വിക്ടർ ഏലിയാസിനെ അടിമുടി ഒഴിഞ്ഞു. ഒറ്റ നിമിഷം അയാളുടെ കനത്ത കൈപ്പത്തി ഏലിയാസിന്റെ കവിള താഞ്ഞു വീണു. അടി തെറ്റി ഏലിയാസ് മുന്നോട്ട് വീച്ചു. വിക്ടർ അലറി. ശേഖര, ഈ അടി നിന്റെ കവളത്താണ് വീഴേണ്ടിയിരുന്നത്. പക്ഷേ നീ ഒരു DIG ആയിപ്പോയി. മാരുതി ജിപ്സി റോഡിലൂടെ പറന്നുപോയി അല്ലേടോ? ദൃക്സാക്ഷികൾ പറഞ്ഞത്രേ. എന്താ, രാമദാസിന്റെ പ്രേതമാണോ അതിനുള്ളിൽ? നീ കണ്ട കാര്യം മാത്രമേ എന്നോട് പറയാവൂ. മറ്റുള്ളവർ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കരുത്. എനിക്ക് 2 മക്കൾ. ഒരാൾ കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. മകനാണെന്ന് കരുതി വിക്ടറുടെ റിവോൾവർ ശബ്ദിക്കാതിരിക്കില്ല. ഇത് ആദ്യത്തെ വാണി, അവസാനത്തേതും. ഇനിയും പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഓരോന്നായി പറഞ്ഞു തരാം. പക്ഷേ അപ്പോഴൊക്കെ നിന്റെ കവിൾത്തടം ചുവക്കും. 1000 വർഷം ജീവിക്കുന്ന വിഡ്ഢിയായ ഒരു മകനേക്കാൾ 5 കൊല്ലം ജീവിക്കുന്ന ബുദ്ധിമാനായ ഒരു മകനെയാണ് എനിക്ക് വേണ്ടത്. അതിൽ നീ ഏത് വകുപ്പിൽ പെടും? ഏലിയാസ് മിണ്ടിയില്ല. കവിൾത്തടം കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് അയാൾ അനങ്ങാതെ നിന്നു. വിക്ടർ ശേഖരനെ തറച്ചു നോക്കി. ശേഖര, നീയും കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. പോലീസ് ഫോഴ്സ് അങ്ങനെ തന്നെ കയ്യിലുണ്ടായിട്ടും ആ മാരുതി ജിപ്സിയിലെ യാത്രക്കാരനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. നീ ഇനി DIGയുടെ കുപ്പായ മൂരി പെട്ടിയിൽ വെക്കുന്നതായിരിക്കും ഇതിലും ഭേദം. ശേഖറിന് ചൊറിഞ്ഞു വന്നു. എങ്കിലും അയാൾ മിണ്ടിയില്ല. ഇപ്പോൾ അനങ്ങിക്കൂടാ. വിക്ടർ അപകടകാരിയാണ്. ശേഖർ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് ആ മാരുതി ജിപ്സി കണ്ടെത്തും. അതിലെ യാത്രക്കാരനെ നിങ്ങളുടെ മുൻപിലേക്ക് വലിച്ചെറിയും. വിക്ടർ ചിരിച്ചു. 24 മണിക്കൂർ? ശേഖര, നിനക്കൊരു ചുക്കും ചെയ്യാനാവില്ല. നീ നേരത്തെ പറഞ്ഞ വഴിയുണ്ടല്ലോ, റിച്ചാർഡിന്റെ വഴി. അത് തന്നെയാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ജോനാഥനെ വിളിക്കാം. റിച്ചാർഡിനെ അവൻ അറിയാതിരിക്കില്ല. ആരും ഒന്നും മിണ്ടിയില്ല. വിക്ടർ തുടർന്നു. ഗോദവർമ്മ, വിഷ്ണു, ഇനി ഒരു പേര് കൂടിയുണ്ട്, പ്രതാപ്. ആ പേര് നീ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ വിക്ടർ മറക്കില്ല. വിപിൻ മോഹൻ. വിക്ടർ നിർത്തി. അന്ന് അവൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ചെറിയൊരു കൈത്തെറ്റ്.
ശേഖരൻ ഗ്ലാസ് കയ്യിലെടുത്തു. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെതിരെ ആഞ്ഞടിക്കുമായിരുന്നു. വീൽചെയർ തറയിലൂടെ തെന്നി നീങ്ങി പ്രതാപന്റെ മുന്നിലെത്തി. വിക്ടർ അലറി. നഷ്ടപ്പെട്ട എന്റെ കാലുകൾക്ക് പകരമായി എനിക്ക് അവന്റെ ജീവൻ വേണ്ടിയിരുന്നു. പക്ഷേ വിക്ടർ കിതച്ചു. എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാണ്. ആ പേര് ഇനി ഒരിക്കലും കേൾക്കേണ്ടി വരില്ലെന്ന് കരുതിയതാണ്. പക്ഷേ ഇന്ന് കാർത്തികേയൻ എന്നെ വിളിച്ചു. ഡെയിലി ടൈംസിന്റെ വായടച്ചു കെട്ടാൻ നമ്മളന്ന് വാരി എറിഞ്ഞ പച്ച നോട്ടുകൾ വർഷങ്ങൾക്ക് ശേഷവും നമ്മെ രക്ഷിക്കാനെത്തി. എല്ലാ കണ്ണുകളും വിക്ടറുടെ മുഖത്തായിരുന്നു. വിക്ടർ ശേഖരനെ തറച്ചു നോക്കി. കാർത്തികേയൻ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയണ്ടേ? വിഷ്ണു എന്നൊരാൾ അവിടെ എത്തിയത് അറിയിക്കാൻ. അവന്റെ കയ്യിൽ ഒരു പഴയ പത്രമുണ്ടായിരുന്നു. അവന്റെ അച്ഛന്റെ DYSP രാമദാസിന്റെ മരണവാർത്ത വന്ന പത്രം. അവൻ ആരെയാണ് അന്വേഷിച്ചത് കൂടി പറയാം. റിപ്പോർട്ടർ വിപിൻ മോഹനെ. എല്ലാവരും ഞെട്ടിത്തെറിച്ചു. പ്രതാപൻ വിറയാർന്ന സ്വരത്തിൽ തിരക്കി. ആ പേര് അവൻ പറഞ്ഞോ? ഇല്ല, റിപ്പോർട്ടർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വിപിനായിരുന്നല്ലോ. ശേഖരൻ സ്തബ്ധനായി. കാർത്തികേയൻ വിഷ്ണുവിനൊരു ഫോൺ നമ്പർ കൊടുത്തു. ഒരു ഹരിയുടെ. ആ നമ്പറിൽ ആരുമില്ല. വിഷ്ണുവിന്റെ മരണം ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ആ വിഡ്ഢികൾ. വിക്ടർ നിർത്തി. ശേഖര, 24 മണിക്കൂർ വളരെ അധികമാണ്. വിഷ്ണു ഒരു ദിവസം കൂടുതൽ ജീവിക്കരുത്. അവൻ അച്ഛന്റെ പിറകെ തന്നെ പോകണം. പിന്നെയുള്ളത് ഗോദവർമ്മ. കിളവനെ ഇടിച്ചു പിഴിയണം. പിന്നെ അയാൾ ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെടണം. ഇനിയുള്ളത് മാരുതി ജിപ്സിയിലെ അജ്ഞാതനായ യാത്രക്കാരനാണ്. അത് വിപിനാണോ? ആവാം. അല്ലെന്ന് വരാം. അല്ലെങ്കിൽ പുതിയൊരാൾ ചിത്രത്തിൽ വരുന്നു. നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർന്നിരിക്കുന്നു എന്നർത്ഥം. വിക്ടർ നിർത്തി. ശേഖരൻ മുഖമുയർത്തി. അജ്ഞാതൻ വിപിനല്ല. രഹസ്യം ചോർന്നിരിക്കുന്നത് ഏതായാലും ഇവിടെ നിന്നല്ല. പിന്നെ? വിക്ടർ ശേഖരനെ തറച്ചു നോക്കി. ജോനാഥനെ കൂടാതെ ബോംബെയിൽ നമ്മുടെ ആളുകൾ ഇനിയുമുണ്ടോ? വിക്ടറുടെ കണ്ണുകൾ വിടർന്നു. ശേഖരൻ വീണ്ടും തിരക്കി. അന്ന് രാമദാസിന്റെ ശവശരീരവും കൊണ്ടുപോയ കറുത്ത അംബാസിഡർ, അതിന്റെ ഡ്രൈവർ ഇപ്പോൾ എവിടെയുണ്ട്? വിക്ടർ മന്ത്രിച്ചു. ക്ലെമന്റ് ഇപ്പോൾ ജോനാഥനെ സഹായിക്കുന്നു. രാമദാസിന്റെ കണ്ണുകളിലേക്ക് കമ്പി ആഴ്ന്നിറങ്ങുമ്പോൾ അലർച്ച കേട്ട് ഓടിയെത്തിയ ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. അയാളും ബോംബെയിലാണോ? വിക്ടർ മിണ്ടിയില്ല. വീൽചെയർ തറയിലൂടെ മെല്ലെ മെല്ലെ നീങ്ങി. ആരും ഒന്നും മിണ്ടിയില്ല. മൗനം മുറിയിൽ കനത്തു നിന്നു. വിക്ടർ ലീനസ് എല്ലാവരെയും മാറി മാറി നോക്കി. അയാൾ ശേഖരനോട് പറഞ്ഞു. ഒടുവിൽ നിങ്ങളൊരു ബുദ്ധി പറഞ്ഞു വന്നിരിക്കുന്നു. താങ്ക്സ് ശേഖര, മെനി താങ്ക്സ്. യു ആർ റൈറ്റ്. രഹസ്യം ചോർന്നിരിക്കുന്നത് ഇവിടെ നിന്നല്ല, ബോംബെയിൽ നിന്നാണ്. ജോനാഥൻ, ക്ലെമന്റ്, വില്യംസ്. ഒരു പെണ്ണുകൂടി ചിത്രത്തിലുണ്ട്, രാക്കമ്മ. രാമദാസിനെ മയക്കാൻ നാം ബോംബെയിലെ കാമാത്തിപുരത്ത് നിന്നും വൻ വില കൊടുത്തു കൊണ്ടുവന്നൊരു തമിഴത്തി പെണ്ണ്. അവൾ ചത്തുപോയെന്ന് ജോനാഥൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾക്കൊരു മകളുണ്ട്. വിക്ടർ നിർത്തി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവളും അപകടകാരിയാണ്. മക്കളെ പാഠം പഠിപ്പിക്കുന്ന തിരക്കിൽ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഞാൻ മറന്നുപോയി. ഐ ആം സോറി ഫ്രണ്ട്സ്. ഒരു ചെടി നശിപ്പിച്ച് കളയുമ്പോൾ വേരുകളൊന്നും ശേഷിക്കരുത്. തൈകൾ ഉണ്ടാവരുത്. അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു എന്നേ തോന്നരുത്. ട്യൂബ് ലൈറ്റ് ആവരുത്. കത്താൻ താമസിക്കരുത്. ചിന്തിക്കാൻ പോലും സമയമെടുക്കരുത്. മറന്നു. വിക്ടർ ചിരിച്ചു. ക്രൂരമായി ചിരിച്ചു. ശേഖര, അപ്പോൾ റിച്ചാർഡിന് പിടിപ്പത് പണിയായി. അവൻ ബോംബെയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ജോനാഥൻ, ക്ലെമന്റ്, വില്യംസ്, പിന്നെ രാക്കമ്മയുടെ മകളും. അയാൾ നിർത്തി. പിന്നെ ശേഖരനെ തറച്ചു നോക്കി. പ്രൊസീഡ്. വിക്ടർ മന്ത്രിച്ചു. വിഷ്ണു അമ്മയെ തന്നെ നോക്കി കിടന്നു. സുഭദ്ര മെല്ലെ മുഖം തിരിച്ചു. കണ്ണുകൾ നിറയുന്നുണ്ട്. ഇടനെഞ്ചു പൊട്ടി. ദുഃഖം ഒരു ഗദ്ഗതമായി തൊണ്ടയിൽ കുരുങ്ങി കിടപ്പുണ്ട്. വിഷ്ണു അമ്മയെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. അമ്മ വരില്ലെന്ന് ഞാൻ കരുതി. അമ്മയെ ധിക്കരിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സുഭദ്ര കട്ടിലിനരികിലിരുന്നു വിഷ്ണുവിന്റെ മുടിയിലൂടെ വിരലോടിച്ചു. തെറ്റുപറ്റിയത് നിനക്കല്ല മോനെ, ഈ അമ്മയ്ക്കാണ്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതുതന്നെയാണ്. പക്ഷേ ഞാനത് മറച്ചു വെച്ചു. വിഷ്ണുവിന്റെ കണ്ണുകൾ വിടർന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. വിഷ്ണു മെല്ലെ നിശ്വസിച്ചു. അച്ഛന്റെ ആഗ്രഹം ഇനി സഫലമാവില്ല. എനിക്കൊരു കാലില്ലല്ലോ. സുഭദ്ര വിഷ്ണുവിന്റെ കണ്ണുകളിൽ പൊടിഞ്ഞ ഒരു തുള്ളി കണ്ണുനീർ സാരി തലപ്പ് കൊണ്ട് മെല്ലെ ഒപ്പിയെടുത്തു. ഞങ്ങളോട് കരയരുതെന്ന് പറഞ്ഞിട്ട്? നീ കരഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കില്ല. അരുത് മോനെ. വിഷ്ണു പുഞ്ചിരിച്ചു. ഞാൻ കരയില്ലമ്മേ. കരയാനുള്ളവർ ഈ ഭൂമിയിൽ എവിടെയോ കാത്തിരിക്കുന്നു. വിഷ്ണുവിന്
കൈകൾ ബാക്കിയുണ്ടെന്ന് അവർ മറന്നു. വിഷ്ണു, സുഭദ്ര ഉറക്കെ വിളിച്ചു. ഡിവൈഎസ്പി രാമദാസിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയവർക്ക് വിഷ്ണുവിന്റെ ജീവൻ കൂടി വേണം. അത്ര എളുപ്പം അതവർക്ക് കിട്ടില്ല. എന്നെ കൊല്ലാൻ മറന്നത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വിഷ്ണു, വേണ്ട വേണ്ട മോനെ, ഈ അമ്മയ്ക്ക് ഇത്രയും ദുഃഖം മതി. ഇനി ഒന്നും സഹിക്കാൻ എനിക്ക് കേൾപ്പില്ല. സുഭദ്ര തേങ്ങി. ഗോദവർമ്മ അങ്ങോട്ട് കടന്നു വന്നു. ശാസനാസ്വരത്തിൽ അദ്ദേഹം വിളിച്ചു, സുഭദ്രേ. സുഭദ്ര മുഖമുയർത്തിയില്ല. ഡോക്ടർ വരാറായി. വിഷ്ണുവിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുത്തച്ഛ. വിഷ്ണു മെല്ലെ വിളിച്ചു. എന്താ മോനെ? എന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫോൺ നമ്പർ കിട്ടിയില്ലേ? കിട്ടി. അത് ഡെയിലി ടൈംസിലുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറുടെ നമ്പറാണ്. ഹരി എന്നാണ് അയാളുടെ പേര്. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയണം. ആ നമ്പറിൽ അങ്ങനെ ഒരു നമ്പറേ ഇല്ലെങ്കിൽ? വിഷ്ണു പുഞ്ചിരിച്ചു. ഭയത്തോടെ ഗോദവർമ്മ ചോദിച്ചു. ഇല്ലെങ്കിൽ? വിഷ്ണുവിന്റെ തുടക്കം ഗംഭീരമാകും. അയാൾ പറയുന്നത് എന്താണെന്ന് ഗോദവർമ്മയ്ക്ക് മനസ്സിലായില്ല. ആ നമ്പറും നിന്റെ തുടക്കവുമായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ട്. ആ നമ്പർ തന്നയാൾക്ക് ഡിവൈഎസ്പി രാമദാസിന്റെ കൊലയാളി അറിയാം. വിഷ്ണു വന്ന വിവരം അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവാം. എന്നിട്ട് എന്റെ മരണം അവർ പ്ലാൻ ചെയ്തു. ഉൾക്കിടിലത്തോടെ ഗോദവർമ്മ തിരക്കി. ആരാണ് നിനക്ക് ആ നമ്പർ തന്നത്? വിഷ്ണു ചിരിച്ചു. പറയാം, ഇപ്പോഴല്ല, സമയമാകുമ്പോൾ. വിക്ടർ ലീനസ് ടെലിഫോണിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ശേഖരൻ ഇനിയും വിളിച്ചിട്ടില്ല. റിച്ചാർഡിനെ ലൈനിൽ കിട്ടിയില്ലെന്ന് വരുമോ? ഇല്ലെങ്കിൽ ബോംബെയിലേക്ക് പോവുക തന്നെ വേണം. ജോനാഥൻ വിശ്വസ്തനായിരുന്നു. ക്ലെമന്റും വില്യംസും അവനെ വഴിതെറ്റിച്ചിരിക്കണം. രാക്കമ്മയുടെ മകൾ നിരപരാധിയാകാം. രാക്കമ്മ ഒന്നും അവളോട് പറഞ്ഞിട്ടുണ്ടാവാൻ ഇടയില്ല. എങ്കിലും പരീക്ഷണത്തിന് താനിനി തയ്യാറല്ല. അവളും അവസാനിക്കട്ടെ. മാരുതി ജിപ്സിയിലെ യാത്രക്കാരനെ ട്രേസ് ചെയ്യാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അവർക്കത് കഴിയില്ല. ശത്രു പ്രബലനാണ്. ആരാണ് അയാൾ? ശത്രുപാളയത്തിൽ അതിക്രമിച്ചു കടന്ന അജ്ഞാതൻ. വിക്ടർ ലീനസ് ക്രൂരമായി പുഞ്ചിരിച്ചു. വിഷ്ണുവിനെ അറിയാമായിരിക്കും. വിപിൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനും. വിഷ്ണു മരിക്കാതിരുന്നത് ഒരു കണക്കിന് നന്നായി. എല്ലാം അവസാനിപ്പിച്ചതാണ്. ആ ബ്രീഫ് കേസ് പോലും വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ എല്ലാം ചികഞ്ഞു പുറത്തെടുക്കാൻ അദൃശ്യരായ ശത്രുക്കൾ എത്തിയിരിക്കുന്നു. വിക്ടർ ലീനസിന്റെ കരുത്തുറ്റ മനസ്സിൽ പോറലുകൾ ഏൽപ്പിക്കാൻ, അയാളെ വർത്തമാന കാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകാൻ. ബ്ലഡി ബാസ്റ്റേഴ്സ്. അന്ന് വിക്ടർ തനിച്ചായിരുന്നു. ഇപ്പോൾ താൻ തനിച്ചല്ല. എന്തിനും പോകുന്ന രണ്ടു മക്കൾ. വിരൽ ഞൊടിച്ചാൽ പറന്നു വരുന്ന വാടക കൊലയാ. തന്റെ പണത്തിനു മീതെ പറക്കാൻ മടിക്കുന്ന ശേഖരൻ എന്ന പരുന്ത്. ടെലിഫോണിലൊന്ന് വിരലമർത്തിയാൽ കറൻസി നോട്ടുകളുടെ കൂമ്പാരവുമായി പറന്നു വരാൻ പ്രതാപൻ പരിശു. പണ്ട് താൻ യുദ്ധക്കളത്തിലെ വെറും ഒരു പടയാളി മാത്രമായിരുന്നു. ഇന്ന് കമാൻഡറാണ്. ഈ ബംഗ്ലാവ് ഉരുക്ക് കോട്ടയാണ്. ഈ വീൽ ചെയർ തന്റെ പാറ്റൻ ടാങ്കും. എന്നിട്ടും ഒരു കൈപ്പിഴ പറ്റി. ആ കൈപ്പിഴയ്ക്ക് കൊടുക്കേണ്ടി വന്ന വിലയാണ് തന്റെ കാലുകൾ. വിപിനെ തീർത്തും അവഗണിച്ചു. കാൽ ചുവട്ടിലെ വെറും ഒരു പുഴു മാത്രമായിരുന്നല്ലോ അവൻ. ആ രാത്രി, മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാനാവാത്ത രാത്രി. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ. രാമദാസിന്റെ ശവശരീരവും കൊണ്ട് ജോനാഥൻ പോയി കഴിഞ്ഞിരുന്നു. ക്യാബിനിലെ രക്തക്കറയിലേക്ക് നോക്കി ആർത്തട്ടഹസിച്ചു. മനസ്സ് തുടി കൊട്ടുകയായിരുന്നു. സന്തോഷം കൊണ്ട് ആർത്തട്ടഹസിക്കാൻ കൊതിച്ച ആ രാത്രി. എപ്പോഴാണ് ബെൽ മുഴങ്ങിയത്? ഓർമ്മയില്ല. ക്യാബിൻ ഡോർ വലിച്ചടച്ച് പുറത്തു കടന്നു. തോക്കെടുക്കാൻ തോന്നിയില്ല. പുറത്ത് ശത്രുവാണെന്ന് കരുതിയില്ല. വിപിൻ രക്ഷപ്പെട്ട കഥ പ്രതാപൻ പറഞ്ഞിരുന്നുമില്ല. മനസ്സൊരു തരം ഉന്മാദ അവസ്ഥയിലായിരുന്നു. വാതിൽ തുറന്നു. പുറത്തവൻ, വിപിൻ മോഹൻ. ഷർട്ട് ചോരയിൽ കുതിർന്നിരുന്നു. നെറ്റിയിലൂടെ അപ്പോഴും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു കൊടുവാൾ. തിരിഞ്ഞോടാനാണ് ആദ്യം തോന്നിയത്. പിറകിലേക്ക് ഒരു കാൽ വെച്ചതേ ഉള്ളൂ. അവൻ അലറി, ദ്രോഹി, എല്ലാം ഞാൻ സഹിക്കും, പക്ഷേ എന്റെ നന്ദിനിക്കുട്ടിയെ. അവൻ കൊടുവാൾ ആഞ്ഞു വീശി. വലത് കാൽ വേർപെട്ട് തെറിച്ചു പോകുന്നത് പിന്നോട്ട് മറയുന്നതിനിടയിൽ കണ്ടു. ഇടതുകാൽ എപ്പോഴാണ് അവൻ മുറിച്ചു മാറ്റിയത്? താൻ ദിഗന്തം നടുങ്ങുമാറോ അലറി വിളിച്ചോ? വാച്ച്മാൻ ഓടിയെത്തിയോ? വിപിൻ രക്ഷപ്പെട്ടോ? ഒന്നും ഓർമ്മയില്ല. കണ്ണുകൾ തുറന്നപ്പോൾ ആശുപത്രിയിലാണ്. മുട്ടുകൾക്ക് താഴെ. വിക്ടർ കിതച്ചു. വീൽ ചെയറിൽ അള്ളിപ്പിടിച്ചു. കൈ ചുരുട്ടി ചക്രത്തിൽ ആഞ്ഞിടിച്ചു. നന്ദിനിക്കുട്ടി. ഒരു കണക്കിൽ അവളല്ലേ എല്ലാത്തിനും കാരണക്കാരി. മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ താൻ മയങ്ങിപ്പോയി. വിക്ടർ വീൽ ചെയറിൽ തെരുപ്പിടിപ്പിച്ചു. നന്ദിനിക്കുട്ടിക്ക് അറിയാതിരിക്കില്ല വിപിൻ എവിടെയുണ്ടെന്ന്. എന്റെ മോളെ,
നിന്നെ എന്തേ വിക്ടർ മറന്നുപോയി? നീ ഇനിയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കാതെ പോയി. നിന്നെ ഈ വിക്ടർ അന്ന് വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുമോ? 2 വയസ്സുള്ള നിന്റെ കുഞ്ഞിന്റെ കഴുത്ത് കണ്ടിച്ച് വലിച്ചെറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നീ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാറായി. അന്ന് നീ വീൽ ചെയറിൽ തല തല്ലിക്കരഞ്ഞു. വിപിനെ വെറുപ്പാണെന്ന് പറഞ്ഞു. എന്ത് വിവരം ലഭിച്ചാലും അറിയിക്കാമെന്ന് പറഞ്ഞു. താലിമാല പോലും നീ അന്ന് പറിച്ചെറിഞ്ഞു. അവനെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്ന് ഞാൻ ധരിച്ചുപോയി. എല്ലാം അപ്പോൾ ഒരു നാടകമായിരുന്നു അല്ലേ? നീ നന്നായി അഭിനയിച്ചു. വിപിൻ അറിഞ്ഞുള്ളൊരു കളിയായിരുന്നു അതെന്ന് വിക്ടർ കരുതിയതേയില്ല. പക്ഷേ നന്ദിനിക്കുട്ടി, നാടകത്തിന്റെ അവസാന ഭാഗം ഇനിയും ബാക്കി. നീ എന്തിനിതെല്ലാം ചെയ്തെന്ന് ഈ വൈകിയ വേളയിൽ വിക്ടർ മനസ്സിലാക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി അല്ലേ മിടുക്കി? ആ കുഞ്ഞിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ടാവും. അന്നത്തെ നിന്റെ ഭംഗി അങ്ങനെ തന്നെ മകൾക്കും കിട്ടിയിട്ടുണ്ടാവും. നിന്റെ മോൾ, ആ സുന്ദരി കുട്ടിക്ക് എത്ര വയസ്സായി നന്ദിനിക്കുട്ടി? എന്നോട് പറയണ്ട, പക്ഷെ കേൾക്കാൻ മറ്റൊരാൾ വരും. ബോംബെയിൽ നിന്നൊരു റിച്ചാർഡ്. വിക്ടർ ഒരു സിഗരറ്റിന് തീ കൊടുത്തു. ആസുരം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.